ഒരു ഹിന്ദുവല്ലേ? മഹാകുംഭമേളയെ അവഹേളിച്ച മമത ഹിന്ദുക്കളോട് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ഇപ്പോൾ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരാളുടെ വിശ്വാസവുമായി കളിക്കുന്നതും മറ്റൊരാളുടെ വിശ്വാസത്തെ ആക്രമിക്കുന്നതും തെറ്റാണെന്ന് റാഷിദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമതാ ബാനർജിയോട് എനിക്ക് ചോദിക്കണം, അവർ ഒരു ഹിന്ദുവല്ലേ? അവർ മഹാകുംഭമേളയിൽ വിശ്വസിക്കുന്നില്ല, അതും അവർ വ്യക്തമാക്കണം. എങ്കിൽ പറയുന്നതിന് മുൻപ് ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെയാണ് നമ്മൾ ആക്രമിക്കുന്നതെന്ന് ചിന്തിക്കണം. അത് വളരെ തെറ്റാണ്. എത്ര അപലപിച്ചാലും മതിയാകില്ല. ആ പ്രസ്താവനയ്ക്ക് അവർ ഹിന്ദുക്കളോട് മാപ്പ് പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സന്യാസിമാരും ഹിന്ദു വിശ്വാസികളും മമതയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാക്കൾക്ക് കടുത്ത നടപടിയുമായി യോഗി ആദിത്യനാഥും രംഗത്ത് വന്നു. മഹാകുംഭമേളയെ അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കടുത്ത ഭാഷയിൽ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം അഴിച്ചുവിട്ടതും. അതേപോലെ തന്നെ കുംഭമേളയെ അധിക്ഷേപിക്കുന്നതിലൂടെ സനാതന ധർമ്മത്തെയും ഗംഗാ മാതാവിനെയും ഭാരതത്തെയുമാണ് പ്രതിപക്ഷം അപമാനിച്ചതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. മഹാകുംഭമേളയെ മൃത്യുകുംഭം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിശേഷിപ്പിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗിയുടെ വാക്കുകൾ ഉണ്ടായതും. 56.25 കോടി തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തതും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രത്യേക സംഘടനയോ അല്ല മഹാകുംഭമേള സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ ആഘോഷത്തിന് സേവനങ്ങൾ നൽകുക എന്നത് സർക്കാരിന്റെ കടമയാണ് എന്നും യോഗി വ്യക്തമാക്കുന്നു. കുംഭമേളയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും അദ്ദേഹം ചോദിക്കുന്നു. UP നിയമസഭയിലെ ബഡ്ജറ്റ് സമ്മേളനത്തിനിടയിലായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുംഭമേളയെ അധിക്ഷേപിച്ചവർക്കെതിരെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നതും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവർ കുംഭമേളയെ, അതായത് മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് നടത്തിയ പ്രസ്താവനകൾ കോടാനുകോടി ഹൈന്ദവ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതാണ് എന്നും യോഗി പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും സനാതന ധർമ്മത്തിനും ഗംഗാ മാതാവിനും രാജ്യത്തിനും എതിരാണ്. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ വെച്ചാണ് പ്രതിപക്ഷ നേതാക്കൾ കളിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് വിമർശിച്ചു. അതേസമയം ഗ്രാമപഞ്ചായത്തി അഖാര മഹാനിർവാണയിലൂടെ ദേശീയ സെക്രട്ടറിയായ ശ്രീ മഹന്ത് ജമുനാപുരി പറയുന്നത് ഇങ്ങനെയാണ്: മഹാകുംഭമേള അമൃത് ഉത്സവമാണ്. മമത സംയമനം പാലിക്കണം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് മമതാ ബാനർജി ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് അത് അനുചിതമാണ് എന്നും, പ്രയാഗ്രാജ് മഹാകുംഭം അമൃത ഉത്സവമാണ്. അതിൻ്റെ ദിവ്യത്വവും മഹത്വവും ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. മഹാകുംഭമേളയുടെ പേരിൽ മമതാ ബാനർജി ഇത്തരം അപമാനകരമായ വാക്കുകൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മമതയ്ക്ക് താക്കീത് നൽകുകയാണ്. എന്നാൽ മറ്റൊരു സന്യാസിയായ പഞ്ചദശനം അവഹാൻ അഖാരയിലെ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അരുൺ ഗിരി പറയുന്നത് ഇങ്ങനെയാണ്: മമതാ ബാനർജി തന്റെ സംസ്ഥാനത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തണം. പശ്ചിമ ബംഗാൾ ഹിന്ദു സനാതനികളുടെ മരണ സംസ്ഥാനമായി മാറുകയാണ്. ആയിരക്കണക്കിന് സനാതനികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പലായനം ചെയ്യേണ്ടി വന്നിരുന്നു. മമതാ ബാനർജി ഉത്തർപ്രദേശിനെ കുറിച്ചല്ല, സ്വന്തം സംസ്ഥാനത്തെക്കുറിച്ചാണ് ആദ്യം വിഷമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ തന്നെ യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയ്ക്ക് ആഗോള അംഗീകാരം നൽകുന്നതിനും മഹത്തായ പരിപാടികളിലൂടെ അദ്ദേഹം പുതിയ ചരിത്രം സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.